വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ചിത്തിര, ചോതി എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം 25-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. അതായത് അന്നേ ദിവസം നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നവയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സംയോഗം കുംഭം രാശിയിൽ നടക്കുകയും തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിലും ഈ 2 ഗ്രഹങ്ങളുടെ ഓരോ മാറ്റങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സ്വാധീനം കൊണ്ട് മുൻപ് പറഞ്ഞ 8 നക്ഷത്രക്കാരിലും ഏറ്റവും അധികം മാറ്റങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച എന്ന ദിവസം. മാത്രമല്ല ഏറ്റവും പ്രധാനമായി ഈ രാഹു, ചൊവ്വ എന്നിങ്ങനെയുള്ള 2 ഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ മാറ്റങ്ങളും പലപ്പോഴും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതും അതേപോലെ തന്നെ ഓരോ രാശിക്കാരിലും വ്യത്യസ്തവുമായിരിക്കും. അതായത് ഒരാൾക്ക് ഗുണകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് എങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ചില വെല്ലുവിളികളായിരിക്കും ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം സമ്മാനിക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സംയോഗം തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിലും അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഈ മാർച്ച് മാസം 25-ാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച ചൊവ്വയുടെയും രാഹുവിൻ്റെയും സ്വാധീന ഫലമായി ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിലും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് നിങ്ങൾക്ക് ഈ ഗ്രഹസംയോഗത്തിൻ്റെ ഫലങ്ങൾ കാണപ്പെടുന്നത്. പലപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ചില കണക്കുകൂട്ടലുകൾക്കും ചില തീരുമാനങ്ങൾക്കും ചില പ്രതീക്ഷകൾക്കും വരെ തീർച്ചയായും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാവുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം വലിയ ഒരു മാറ്റത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന സമയമാണ് ഇതിലൂടെ തെളിയുന്നത്. കാരണം അത്രയേറെ ഗുണകരമായ സ്വാധീനമാണ് ഈ 2 ഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ദിവസം വന്നു ചേരുവാൻ പോകുന്നത്. എന്നാൽ നിലവിൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും സമാധാനമായി മുന്നോട്ട് പോകുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില അവസ്ഥകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായി ചില വലിയ രീതിയിലുള്ള ഘടബാധ്യതകളും ധനനഷ്ടങ്ങളും ഇന്ന് ഈ അധ്യായം കാണുന്ന ചില വൃശ്ചികം രാശിക്കാരെ വല്ലാതെ തളർത്തുന്നുണ്ട്. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിക്കുന്ന പിരിമുറുക്കം വലുതാണ് എന്നത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഒട്ടനവധി അനിശ്ചിതത്വങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് മുക്തി നേടുവാനുള്ള യോഗമാണ് ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഗുണകരമായ സ്വാധീനത്താൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ഒരു വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച എന്ന ദിവസത്തെ നിങ്ങൾ അത്രയധികം ശുഭപ്രതീക്ഷയോടെ തന്നെ വേണം കാണുവാൻ. മാത്രമല്ല അന്നേ ദിവസം നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുതന്നെയായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് നേട്ടങ്ങളായിരിക്കും. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ വൃശ്ചികം രാശിക്കാരിൽ
ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ സമ്പാദിക്കുന്ന പണമെല്ലാം വരുന്നത് പോലെ തന്നെ പല വഴികളിലായി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അതിദയനീയമായ ഒരു അവസ്ഥയാണ് എന്നതാണ് സത്യം. കാരണം അധ്വാനിച്ച് ലഭിക്കുന്ന ശമ്പളം കയ്യിൽ വരുന്നതറിയാതെ പല ആവശ്യങ്ങൾക്കുമായി ചിലവഴിക്കേണ്ടി വരികയും കടബാധ്യതകൾ വീട്ടുവാൻ പോലും തികയാത്ത അവസ്ഥ നിങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അധ്വാനിക്കുന്നതിൻ്റെ ശമ്പളം കയ്യിൽ ലഭിച്ചാൽ പോലും സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ മാർച്ച് 25 ബുധനാഴ്ച നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യം കൊണ്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഭാഗ്യം തെളിയുന്നതോടെ മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില ഉന്നത തലങ്ങളിലുള്ള ജോലി നേടിയെടുക്കുവാനും ഒപ്പം തന്നെ ചില സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുവാനും പോവുകയാണ്. അതായത് നിങ്ങൾ ഒരിക്കൽ സ്വപ്നം കണ്ടിരുന്നത് പോലെ തന്നെ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം ഒരു സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് നിങ്ങളിൽ ഇപ്പോൾ ഭാഗ്യം തെളിയുന്നത്. ഇനി നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ശമനം കാണുവാൻ കഴിയും എന്നത് മാത്രമല്ല, ഭാവിയിലേക്ക് നിക്ഷേപമുണ്ടാക്കുവാനായി ചില പദ്ധതികളിൽ അംഗത്വമെടുക്കുവാനും ഒപ്പം തന്നെ ചില വിലപിടിപ്പുള്ള വസ്തുക്കളിൽ നിക്ഷേപിക്കുവാനുമുള്ള യോഗവും ചില വൃശ്ചികം രാശിക്കാരിൽ കാണുന്നുണ്ട്. ഇനി അതുപോലെ ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർ ഈ മാർച്ച് 25 ബുധനാഴ്ച എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യാത്ര ഏറ്റവും പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ ഈ രാഹുവിൻ്റെയും ചൊവ്വയുടെയും ഗുണകരമായ സ്വാധീനം വന്നു ചേരുന്നതോടെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളെ ബാധിച്ചിരുന്ന ചില ദോഷങ്ങൾ ഇല്ലാതാകുന്ന തരത്തിലുള്ള അനുഭവം ഈ മാർച്ച് 25 ഉണ്ടാകും. അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ചില ശത്രുദോഷങ്ങളും ആഭിചാര ബന്ധനങ്ങളും കൊണ്ട് എന്തൊക്കെ ചെയ്താലും അവസാനം അതെല്ലാം ഒരു പരാജയത്തിൽ വന്നു നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതെ പോയതും നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്നതുമായ ചില കാര്യങ്ങൾ അത്ഭുതകരമായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഒരു മാറ്റത്തിലേക്ക് എത്തുന്നത് കാണുവാൻ ഓരോ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് ഭാഗ്യം കൈവരും. മാത്രമല്ല ഈ ഒരു ഭാഗ്യസമയത്ത് ഒരു സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്വയം മുന്നിൽ നിൽക്കുവാനും ഒപ്പം തന്നെ ചില ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൊണ്ടാകുന്ന ചില സഹായങ്ങൾ ചെയ്യുവാനുമുള്ള യോഗവും ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നു. അപ്പോൾ എല്ലാവിധത്തിലും നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാനും സ്വയം അഭിമാനിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ചില സമയങ്ങൾക്കാണ് ഈ ഒരു ഗ്രഹസംയോഗം കാരണമാകുന്നത്. ഇനി രണ്ടാമതായി ഈ മാർച്ച് 25 ബുധനാഴ്ച രൂപപ്പെടുന്ന രാഹുവിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ അവിശ്വസനീയമായ ചില മാറ്റങ്ങൾ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കാലങ്ങളായി ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില അവസ്ഥകളുണ്ട്. എന്നാൽ ഓരോ ദിവസവും നിങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും പ്രയത്നിക്കുന്നതിനും വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ബഹുഭൂരിപക്ഷം മീനം രാശിക്കാരുടെയും മനസ്സ് പിടയുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഗ്രഹസംയോഗം കൊണ്ട് വന്നു ചേരുവാൻ പോകുന്നത് എന്നത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി
രാഹുവിൻ്റെയും ചൊവ്വയുടെയും സംയോഗം നടന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഗ്രഹങ്ങൾ നിങ്ങളിൽ ചെലുത്തുന്ന ഗുണകരമായ സ്വാധീനം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് ധനനേട്ടങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയുമാണ്. ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത്, ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടിയോ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയോ ആവശ്യമുള്ള ഒരു തുക കണ്ടെത്തുവാൻ കഴിയാതെ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ആവശ്യത്തിന് സഹായം നൽകുവാൻ മറ്റൊരു വ്യക്തി പോലുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത്തരത്തിൽ ആ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സങ്കടം ചെറുതല്ല. എന്നാൽ അങ്ങനെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ പ്രധാന ആവശ്യങ്ങൾ നിറവേറ്റുവാനായി ഒരു വലിയ തുക ആവശ്യമായി മുന്നിൽ നിൽക്കുന്നതിനാൽ ഒട്ടനവധി മാനസിക സംഘർഷത്തിലൂടെ ദിനം പ്രതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹസംയോഗം ഭാഗ്യമായി വരികയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ മാർച്ച് 25 തീയതി ബുധനാഴ്ച തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സഹായം ലഭിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനുള്ള ഒരു വഴി അവർ പറഞ്ഞു തരുന്ന തരത്തിലുള്ള ശുഭകാര്യം സംഭവിക്കുകയോ ചെയ്യും. എന്തുതന്നെയായിരുന്നാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ മനസ്സിലെ വിഷമതകൾക്കും ഭഗവാൻ മറുപടി നൽകുന്ന സമയമാണ് ഇത്. ഇനി അത്തരത്തിൽ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന മീനം രാശിക്കാർക്ക് മാത്രമല്ല, സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന മറ്റുള്ള മീനം രാശിക്കാർക്കും ഈ സമയം വളരെ ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും അതേപോലെ ചില പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി മനസ്സിൽ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു നേട്ടം കരസ്ഥമാക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ലാഭങ്ങൾ നേടിയെടുക്കുവാനുമുള്ള യോഗമാണ് വ്യക്തമായി കാണുന്നത്. ഇനി സാമ്പത്തിക ഉന്നമനങ്ങളും ഭാഗ്യകരമായ അനുഭവങ്ങളും ഉണ്ടാകും എന്നതിന് പുറമെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഗ്രഹങ്ങളുടെ ഗുണകരമായ സ്വാധീനം മീനം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഫലങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര വലുതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നല്ല ആരോഗ്യത്തോടെ പഴയ രീതിയിൽ നടക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. ഇതിൽ ചില ആളുകളാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിൽ വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ആരോഗ്യ പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന മീനം രാശിക്കാർക്കും അതേപോലെ തന്നെ മറ്റുള്ള മീനം രാശിക്കാർക്കും ഈ മാർച്ച് 25 തീയതി ബുധനാഴ്ചയോടെ ഏറ്റവും മികച്ച ഒരു മാറ്റം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കാണുവാൻ കഴിയും. ഇനി അതുമാത്രമല്ല, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട വളരെയധികം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് തുടർച്ചയായി നിങ്ങൾ പരിശ്രമിച്ച ചില കാര്യങ്ങളിൽ പരാജയം അനുഭവിക്കേണ്ടി വരികയും അതുപോലെ തന്നെ കർമ്മമേഖലയിലെ നിങ്ങളുടെ അധ്വാനം നിഷ്ഫലമാകുന്ന തരത്തിലുള്ള ചില ദുരവസ്ഥകൾ നേരിടേണ്ടി വരികയും ചെയ്തവരാണ്. എന്നാൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഇരട്ടിയായിട്ടുള്ള ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ പോകുന്ന സമയവും കൂടിയായിരിക്കും ഇത്. അപ്പോൾ സാമ്പത്തികം, തൊഴിൽ, കുടുംബം എന്നിങ്ങനെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു മാറ്റം കാണുവാൻ ഈ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സംയോഗം കാരണമാകും എന്നതിനോടൊപ്പം തന്നെ ഈ മാർച്ച് 25 തീയതി ബുധനാഴ്ചയോടെ ചില മംഗളകാര്യങ്ങളും മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബത്തിൽ നടക്കും. ഇനി കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ മംഗല്യയോഗം, കോടീശ്വരയോഗം, സൽസന്താന ഭാഗ്യം എന്നിങ്ങനെയുള്ള സൗഭാഗ്യങ്ങളും ഏതൊക്കെയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരിൽ തെളിയുകയാണ്. അപ്പോൾ എല്ലാ വിധത്തിലും
നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമാണ് ഈ ബുധനാഴ്ചയോടെ നിങ്ങളിൽ കാണുന്നത്. ഇനി അടുത്തതായി ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച സൃഷ്ടിക്കപ്പെടുന്ന ചൊവ്വയുടെയും രാഹുവിൻ്റെയും അതിശക്തമായ സ്വാധീനം കൊണ്ട് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ബുധനാഴ്ച എന്ന ദിവസം പിറക്കുന്നത് മുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. എന്നാൽ നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില തുലാം രാശിയിൽ പിറന്ന വ്യക്തികളുടെ മനസ്സ് വളരെ സംഘർഷഭരിതമാണ്. കാരണം നിങ്ങൾ ജീവിതത്തിൽ ദിനം പ്രതി നെട്ടോട്ടമോടി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, ഓരോ ദിവസവും ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഒട്ടനവധി ദുരിതപൂർണമായ സാഹചര്യങ്ങൾ നേരിടുകയും അവയെ എല്ലാം ധൈര്യത്തോടെ ചെറുത്തു തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾക്ക് എപ്പോഴാണ് ഒരു അവസാനം ഉണ്ടാവുക എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ല. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കഷ്ടപ്പാട് നേരിടേണ്ടി വരുന്നത് സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ടും കാര്യതടസ്സങ്ങൾ മാത്രം എപ്പോഴും അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥകൾ കൊണ്ടുമാണ്. എന്നാൽ ഇന്ന് ഈ അധ്യായം കാണുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാകുന്ന തരത്തിലുള്ള ഒരു ശുഭകരമായ സമയമാണ് ഈ ഗ്രഹസംയോഗം കൊണ്ട് തെളിയുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് പോലും ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ കാഠിന്യം കൊണ്ട് പലർക്കും ഒരു നല്ല സമയം വരും എന്ന് വിശ്വസിക്കുവാൻ കുറച്ച് പാടുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരുമെന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഇതിൽ തന്നെ പല ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്കും ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച തന്നെ നിങ്ങൾ അത്രയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി എന്തൊക്കെയോ ആവശ്യങ്ങൾ ജീവിതത്തിൽ നിറവേറ്റുവാനായി ഒരു ധനവരവിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില തുലാം രാശിക്കാർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ചയോടെ നിങ്ങൾ ആഗ്രഹിച്ച ആ പണം കൈകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ശുഭകരമായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ കടബാധ്യതയ്ക്ക് പരിഹാരം കാണുവാനും ഒപ്പം തന്നെ ചില പുതിയ വരുമാന മേഖലകൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തുവാനും കഴിയുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി ഇതിൽ ചില തുലാം രാശിക്കാർ കുറച്ച് നാളുകളായി ഒരു വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. അതായത് എങ്ങനെയെങ്കിലും ആ വസ്തു കച്ചവടമായെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വളരെയധികം തടസ്സങ്ങൾ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം ഭാഗ്യമായാണ് വരുന്നത്. ഇനി വസ്തു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം നേടിയെടുക്കുവാനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തുലാം രാശിക്കാർക്കും ഈ രാഹുവിൻ്റെയും ചൊവ്വയുടെയും സ്വാധീനം കൊണ്ട് ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല, ആ വീട് ചെറുതായിരുന്നാലും വലുതായിരുന്നാലും എല്ലാവിധ ഐശ്വര്യങ്ങളോടും അഭിവൃദ്ധിയോടും കൂടി അവിടെ ജീവിക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകും. ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയും ഏറ്റവും വലിയ ആഗ്രഹവും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഉന്നമനമാണ്. ഇപ്പോൾ അത്തരത്തിൽ മക്കളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ കാണുവാനായി ഓരോ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു തുലാം രാശിയിൽ പിറന്ന മാതാവോ പിതാവോ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വളരെ കാലമായി
മക്കളുടെ ജീവിതത്തിൽ നടന്നു കാണണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കുകയും നിങ്ങളുടെ മക്കളുടെ സന്തോഷം കാണുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകുവാനും പോകുന്ന സമയവും കൂടിയാണ് ഇത്. ഒപ്പം തന്നെ ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച ഏതൊക്കെയോ തുലാം രാശിക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില വിജയത്തിൻ്റെ ഫലങ്ങൾ കാതുകൊണ്ട് കേൾക്കുവാൻ കഴിയുകയും ആ വിജയം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഈ ഒരു ദിവസം തുലാം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതുപോലെ ചില നേട്ടങ്ങൾ നിങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുവാനും പോകുന്ന സമയമാണ് നിങ്ങളിൽ തെളിയുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ ചൊവ്വയുടെയും രാഹുവിൻ്റെയും സംയോഗം കൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ദുരിതങ്ങളിൽ നിന്ന് കരകയറുവാനും ചില സൗഭാഗ്യങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുവാനും കഴിയും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.